കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമെട്രിക് റിലേഷൻ എന്താണെന്ന് വരെയാണ് പഠിച്ചത്. എംപ്റ്റി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ഇത്രയും റിലേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്നാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒരു റിലേഷൻ R is equal to set ordered pair 2 3, ordered pair 2 2, ordered pair 3 5, ordered pair 2 5, ordered pair 2 1, ordered pair 5 1, ordered pair 3 1. ഇത്രയും എലമെൻറ്റ്സ് ഉള്ള ഒരു റിലേഷൻ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്ന് പറയാം. എന്താണ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയറാണ് ഇവിടെയും ആദ്യം ചൂസ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഡേർഡ് പെയർ ചൂസ് ചെയ്യും. അപ്പം നമ്മൾ ചൂസ് ചെയ്തു ഓർഡേർഡ് പെയർ 2 3. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റായിട്ട് വരുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ഈ റിലേഷനിലുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ ചൂസ് ചെയ്യും. അതിലെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ വേറെ ഉണ്ടോ എന്ന് നോക്കണം. 3 5 ഉണ്ട്, 3 1 ഉണ്ട്. ഒന്ന് 3 5, വേറൊന്ന് 3 1. ആദ്യം 3 5 വെച്ചിട്ട് ചെക്ക് ചെയ്യാം. 2 3 എന്ന് പറയുന്ന എലമെൻ്റ് ഓർഡേർഡ് പെയർ ഈ റിലേഷനിലുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് എലമെൻ്റായ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 5 എന്നുള്ള ഓർഡേർഡ് പെയറും ഇതിലുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 3 എലമെൻ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ അർത്ഥം 2 ഈസ് റിലേറ്റഡ് ടു 3 എന്നാണ്. 2 3നോട് റിലേറ്റഡ് ആണ്. ഇനി 3 5 എലമെൻ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 3 5നോട് റിലേറ്റഡ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് റിലേഷന് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് എലമെൻറ്റ് തേർഡ് എലമെൻറ്റിനോട് റിലേറ്റഡ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഓർഡേർഡ് പെയർ നമുക്ക് ഇതേ റിലേഷനിൽ കിട്ടണം. അപ്പോൾ 2 3 റിലേഷനിലുണ്ട്, 3 5 റിലേഷനിലുണ്ടെങ്കിൽ ആരും ഉണ്ടാവണം? 2 5ഉം റിലേഷനിലുണ്ടാവണം. 2 5 ഈ റിലേഷനിലുണ്ടോ എന്ന് നോക്കി. ഉണ്ട്. അതുകൊണ്ട് ഈ എലമെൻറ്റിൻ്റെ കേസിൽ ഈ റിലേഷൻ ട്രാൻസിറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെയാണ്. അങ്ങനെയുള്ള എല്ലാ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വരുന്ന ഓർഡേർഡ് പെയർസിനും ഈ ചെക്കിങ് ട്രൂ ആകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ വിളിക്കത്തുള്ളൂ. അപ്പോൾ 2 3യുടെ തന്നെ സെക്കൻഡ് എലമെൻ്റായ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 1 കൂടിയുണ്ട്. അപ്പോൾ 2 3 ഉണ്ട്, 3 1 ഉണ്ട്. ഇനി ആര് വരണം? ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റും 2 1 റിലേഷനിൽ വരണം. അപ്പോൾ 2 1 റിലേഷനിലുണ്ട്. അപ്പോൾ 2 3 വെച്ച് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള എല്ലാ ഓർഡേർഡ് പെയർസിനും നമ്മൾ നോക്കണം. ഇനി അടുത്തത് ഇത് സെയിം എലമെൻറ്റ്സ് ആണ്, ഇതിനെ നോക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള വേറൊരു ഓർഡേർഡ് പെയർ എടുത്തു 3 5. ഇത് 3 ഫസ്റ്റ് എലമെൻറ്റ്, 5 സെക്കൻഡ് എലമെൻറ്റ്. ഈ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കുക. അതായത് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കുക. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഉണ്ട് 5 1. അപ്പോൾ 3 5 ഉണ്ട്, ഓർഡേർഡ് പെയർ 5 1 ഉണ്ട്. ആരും കൂടി ഉണ്ടാവണം ട്രാൻസിറ്റിവിറ്റി വരണമെങ്കിൽ? ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റും 3 1ഉം ഇതേ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 3 1ഉം റിലേഷനിലുണ്ട്. അതുകൊണ്ട് ഈ എലമെൻറ്റിൻ്റെ കേസിലും ഇത് ട്രാൻസിറ്റീവാണ്. അടുത്തത് 3 5 നോക്കി. അടുത്ത ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ളത് 2 5. 2 5 5ൽ തുടങ്ങുന്ന സെക്കൻഡ് എലമെൻ്റായി 5ൽ തുടങ്ങുന്ന അടുത്ത ഓർഡേർഡ് പെയർ എടുത്തു 5 1. അപ്പോൾ 2 5 ഉണ്ട്, 5 1 ഉണ്ട്. ആരും ഉണ്ടാവണം? 2 1 ഉണ്ടാവണം. 2 1 ഉണ്ട്. 2 5ൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി 2 1 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള അടുത്ത ഓർഡേർഡ് പെയറാണ് 2 1. 2 1ൻ്റെ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ അടുത്തുണ്ടോ എന്ന് നോക്കുക. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേർഡ് പെയറും ഇല്ല. അതുകൊണ്ട് ഈ എലമെൻറ്റിനെ നമ്മൾ ചെക്കിങ്ങിന് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ളത് 5 1 ഉണ്ട്. ഇതിൻ്റെയും സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിനെ
ചെക്കിങ്ങിന് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ളത് 3-1 ഉണ്ട്. 3-1ൻ്റെ സെക്കൻഡ് എലമെൻ്റായ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ എലമെൻറ്റിനെ ചെക്കിങ്ങിന് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെക്കിങ്ങിന് എടുത്ത എലമെൻറ്റ്സിൻ്റെ എല്ലാം കേസിൽ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ട്രൂ ആകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ട്രാൻസിറ്റീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഓർഡേഡ് പെയർ എ ബി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേഡ് പെയർ റിലേഷനിലുണ്ടാവണം. ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേഡ് പെയർ ബി സി അതും റിലേഷനിലുണ്ടാവണം. ഈ രണ്ട് ഓർഡേഡ് പെയർസും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റും കൂടി ചേരുന്ന മറ്റൊരു ഓർഡേഡ് പെയർ എ സി ഈ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ റിലേഷനെ നമ്മൾ എന്ത് റിലേഷൻ എന്ന് വിളിക്കത്തുള്ളൂ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കത്തുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഓർഡേഡ് പെയർ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 2-1നും 5-1നും 3-1നും സെക്കൻഡ് എലമെൻ്റായ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേഡ് പെയർ ഇല്ലാത്തതുകൊണ്ട് അവർ ഇല്ലെന്ന് വിചാരിച്ചാൽ ട്രാൻസിറ്റീവ് അല്ലെന്ന് പറയത്തില്ല. കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ അത്തരം റിലേഷനെ ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എടുത്താൽ R = സെറ്റ് 3, 4, 5, 2 ഇങ്ങനൊരു റിലേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേഡ് പെയർ 3-4 ഉണ്ട്. പക്ഷേ 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേഡ് പെയർ ഇവിടെ ഇല്ല. അതുപോലെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള 5-2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഇതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് എലമെൻ്റായ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു ഓർഡേഡ് പെയർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ടീഷനിലോട്ട് പോകത്തില്ല. നമുക്കൊന്നും നോക്കണ്ട, ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് ഒന്നും നോക്കാതെ പറയാൻ പറ്റും. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് പറയുന്നത്? ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ വ്യത്യസ്തമായ എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേഡ് പെയർ എ ബി ഉണ്ടാവണം. ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേഡ് പെയർ ബി സി ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ ഓർഡേഡ് പെയറിൻ്റെ ലാസ്റ്റ് എലമെൻറ്റും ചേരുന്ന എ സി എന്ന ഓർഡേഡ് പെയറും അതേ റിലേഷനിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആറിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഓർഡേഡ് പെയർ എ ബി എലമെൻറ്റ് ആർ, ഓർഡേഡ് പെയർ ബി സി എലമെൻറ്റ് ആർ. ഇത് രണ്ടും ആരെ ഇംപ്ലൈ ചെയ്യണം? implies ordered pair AC element R. Then the relation R is said to be transitive. Types of relations എന്ന് പറയുന്ന സെക്ഷനിലെ ലാസ്റ്റ് പറയാനുള്ള റിലേഷനാണ് ഇക്വലൻസ് റിലേഷൻ. R എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ R റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അത്തരം റിലേഷനാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ മൂന്ന് കണ്ടീഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആവണം. ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. ഇത് മൂന്നും കൂടി ഒന്നിച്ച് വന്നാൽ ആ റിലേഷനെ നമുക്ക് ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ A = സെറ്റ് 1, 2, 3. R = എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ് R. ഡിഫൈൻഡ് ബൈ R = സെറ്റ് 1, 1, 2, 2, 3, 3. ഓരോ എലമെൻറ്റും അതേ എലമെൻറ്റിലേക്ക് തന്നെയാണ് റിലേറ്റഡ് ആയിട്ട് പോയിരിക്കുന്നത്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യും. ഓരോരോ എലമെൻ്റായിട്ട് നോക്കാം. 1 എടുക്കുന്നു, 1 1നോട് റിലേറ്റഡ് ആണ്. 2 എടുക്കുന്നു, 2 2നോട് റിലേറ്റഡ് ആണ്. 3 എടുക്കുന്നു, 3 3നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. എ എലമെൻറ്റ് ആർ എന്നുള്ള രീതിയിൽ 3 എലമെൻറ്റിനെയും നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് R ഈസ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് എങ്ങനെയാണ് നോക്കുന്നത്? ഓർഡേഡ് പെയർ എ ബി എലമെൻറ്റ് ആർ ആണെങ്കിൽ ആരും ഉണ്ടായിരിക്കണം. ഓർഡേഡ് പെയർ ബി എ എലമെൻറ്റ് ആറും ആയിരിക്കണം. അത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ വെച്ചാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഓർഡേഡ് പെയർസ് ഇതിലില്ല.
അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെക്കിങ് അവിടെ ആവശ്യമില്ല. ഇനി അഥവാ ഈ എലമെൻസിനെ തന്നെ തിരിച്ചിട്ടാലും ഇവരെ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആർ ഈസ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഉള്ള എ ബി എന്നുള്ള രീതിയിലുള്ള ഒരു എ ബി ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ആർ ആയിരിക്കണം. ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ബി സി എലമെൻറ്റ് ആർ ആയിരിക്കണം. അങ്ങനെ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ എ സി എലമെൻറ്റ് ആർ ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആർ ട്രാൻസിറ്റീവ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത എലമെൻറ്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ചെക്കിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. നമുക്ക് ഒന്നും നോക്കാതെ ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അതായത് ഐഡന്റിറ്റി റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ റിലേഷൻ ഈക്വലൻസ് റിലേഷനും ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഐഡന്റിറ്റി റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഐഡന്റിറ്റി റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷനാണ്. ഇനി നമ്മൾ പഠിച്ച എ ക്രോസ് എ ഉണ്ടല്ലോ. എ ക്രോസ് എ എന്ത് തരം റിലേഷനാണ്? എയിൽ നിന്നും എയിലേക്ക് എഴുതാവുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് എയിലുണ്ട്. അതുകൊണ്ട് എ ക്രോസ് എയിൽ റിഫ്ലെക്സീവ് എന്നുള്ള കണ്ടീഷനും സിമെട്രി എന്നുള്ള കണ്ടീഷനും ട്രാൻസിറ്റീവ് എന്നുള്ള കണ്ടീഷനും മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് എയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എ ക്രോസ് എ എന്ത് റിലേഷനാണ്? എ ക്രോസ് എ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. നമ്മൾ പഠിച്ചിരിക്കുന്ന നൾ സെറ്റ്, അതായത് അത് എംപ്റ്റി റിലേഷനാണ്. എംപ്റ്റി റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? എംപ്റ്റി റിലേഷനിൽ ഒരു എലമെന്റ് പോലും ഇല്ല. ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് പറയാൻ ഒരു എലമെന്റ് പോലും എംപ്റ്റി റിലേഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ആരുണ്ടാവണം? ഓർഡേർഡ് പെയർ എ ബി ഫൈൽ ഉണ്ടാവണം, എംപ്റ്റി റിലേഷനിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചുള്ള ഓർഡേർഡ് പെയർ ബി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു എലമെന്റ് ഇതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ട്രാൻസിറ്റീവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് സിമെട്രിക് ആണെന്ന് ഒന്നും നോക്കാതെ പറയാം. ഓർഡേർഡ് പെയർ എ ബി ഇല്ലാത്തത് കൊണ്ട് ഓർഡേർഡ് പെയർ ബി എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഫൈനെ നമുക്ക് സിമെട്രിക് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ ട്രാൻസിറ്റീവിൻ്റെ കേസിലും ഓർഡേർഡ് പെയർ എ ബി എംപ്റ്റി റിലേഷനിലില്ല, ഓർഡേർഡ് പെയർ ബി സി എംപ്റ്റി റിലേഷനിലില്ല. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഓർഡേർഡ് പെയർ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെയും കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നും നോക്കണ്ട, ട്രാൻസിറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എംപ്റ്റി റിലേഷൻ്റെ കേസിൽ എംപ്റ്റി റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, പക്ഷേ സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. മൂന്നും കൂടി സംഭവിച്ചാലേ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയത്തുള്ളൂ. മൂന്നും കൂടി ഒന്നിച്ച് വരുന്നില്ല. റിഫ്ലെക്സീവ് അല്ലാത്തത് കൊണ്ട് ഫൈ എന്തല്ല? ഫൈ ഇക്വലൻസ് റിലേഷൻ അല്ല. നമ്മൾ ഇതുവരെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഓരോ എക്സാമ്പിളിലും എടുത്ത ഓരോ റിലേഷൻസും നമ്പേഴ്സ്, ഓർഡേർഡ് പെയർസ് ഏതൊക്കെയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള റിലേഷൻസ് ആയിരുന്നു നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. ഇവിടെ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. ആർ ഈസ് ഫ്രം എൻ ടു എൻ. എൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി, എ കൊമ ബി എലമെന്റ് ക്യാപിറ്റൽ എ. അതായത് ഓർഡേർഡ് പെയർ എ ബി റിലേഷനിൽ വരണമെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കണം. എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് ലെസ് ദാൻ സെക്കൻഡ് എലമെന്റ് ബി. അതായത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനിൽ ആ ഓർഡേർഡ് പെയർ വരും. അങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ റിലേഷൻ നമുക്ക് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യാൻ മെയിൻ സെറ്റിൽ നിന്നും, ഏത് സെറ്റിൽ നിന്നാണോ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ സെറ്റിൽ നിന്നും നമ്മൾ ഒരു എലമെന്റിനെ എടുക്കണം. ലെറ്റർ എ എലമെന്റ് ക്യാപിറ്റൽ എ. ഈ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ വരേണ്ടത്?
ഓർഡേർഡ് പെയർ എ എലമെന്റ് ആർ എന്ന് കിട്ടണം. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ആർ ആകുമ്പോൾ നമുക്ക് എന്തുവാ കണ്ടീഷൻ? എ ലെസ് ദാൻ ബി. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ ഓർഡേർഡ് പെയർ എ വരണമെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് ഫസ്റ്റ് എലമെന്റ് എ ലെസ് ദാൻ സെക്കൻഡ് എലമെന്റ് എ ആയിരിക്കണം. എയും ഒരാൾ തന്നെയാണ്. അപ്പോൾ എ ലെസ് ദാൻ എ എന്ന് പറയാൻ പറ്റുമോ? എ എപ്പോഴും എക്ക് ഈക്വൽ ആയിരിക്കും. എ ഒരിക്കലും ലെസ് ദാൻ എ എന്ന് പറയില്ല. അതുകൊണ്ട് എ ലെസ് ദാൻ എ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഓർഡേർഡ് പെയർ എ എവിടെ വരില്ല? ഈ റിലേഷനിൽ വരില്ല. നമ്മളെങ്ങനെ എഴുതുന്നത്? ജനറലായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. 1 2 3 പറഞ്ഞു പോകുന്ന ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് സെറ്റാണ്. ഇതിലെ എല്ലാ എലമെന്റ്സിനെ എടുത്ത് വെച്ചിട്ട് ഓരോന്നും ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറലായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ജനറൽ എലമെന്റ്സ് എടുത്താണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളിവിടെ എഴുതേണ്ടത് സിൻസ് എ നോട്ട് ലെസ് ദാൻ എയേക്കാളും ചെറുതല്ലാത്തത് കൊണ്ട് ഓർഡേർഡ് പെയർ എ നോട്ട് ആൻ എലമെന്റ് ആർ റിലേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് ആർ എന്തല്ല? ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത രണ്ടാമത് നമ്മൾ നോക്കുന്നത് സിമെട്രി. സിമെട്രി ചെക്ക് ചെയ്യാൻ നമുക്ക് മെയിൻ സെറ്റിൽ നിന്നും 2 എലമെന്റ്സിനെ എടുക്കണം. ലെറ്റ് എ കൊമ ബി എലമെന്റ് സെറ്റ് എ. എന്നിട്ട് നമ്മൾ ഒരു കാര്യം, ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ സപ്പോസ് ചെയ്യണം. എ ബി ഓർഡേർഡ് പെയർ എ ബി റിലേഷനിൽ ഉണ്ട് എന്ന് എടുക്കണം. എന്നിട്ട് തിരിച്ച് ബി എ ഉണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് സിമെട്രിക് ആണെന്ന് പറയും. നമ്മൾ എടുക്കുക, സപ്പോസ് ചെയ്യുവാണ് ലെറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ആർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഓർഡേർഡ് പെയർ എ ബി റിലേഷനിലുണ്ടെങ്കിൽ എ ലെസ് ദാൻ ബി എന്നാണ് അർത്ഥം. എ ബിയെക്കാട്ടിലും ചെറുതാണ്. ഇനി ഇപ്പോൾ എ ബിയെക്കാട്ടിലും ചെറുതാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ? എ ആണ് ചെറുത്, ബി വലുതാണ്. ഇനി തിരിച്ച് ഈ വലിയ ആൾ ചെറുതാണെന്ന് പറയാൻ പറ്റുമോ? ബി ലെസ് ദാൻ എ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ബി നോട്ട് ലെസ് ദാൻ എ ആണ് ചെറുത്, അതുകൊണ്ട് ബി ചെറുതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഓർഡേർഡ് പെയർ ബി എ റിലേഷനിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓർഡേർഡ് പെയർ ബി എ നോട്ട് ആൻ എലമെന്റ് ആർ. അതുകൊണ്ട് എ ബി ഉണ്ട്, ബി എ ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? ആർ ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ 3 എലമെന്റ്സിനെ എടുക്കണം. മൂന്നാമത്തേത് ട്രാൻസിറ്റിവിറ്റി. ലെറ്റ് എ കൊമ ബി കൊമ സി എലമെന്റ് ക്യാപിറ്റൽ എ. മെയിൻ സെറ്റിൽ നിന്ന് ഒരു എലമെന്റിനെ എടുത്ത് റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യും, 2 എലമെന്റ്സിനെ എടുത്ത് സിമെട്രി ചെക്ക് ചെയ്യും, ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ 3 എലമെന്റ്സിനെ എടുക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ 2 കണ്ടീഷനും സപ്പോസ് ചെയ്യണം. ലെറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ആർ ആൻഡ് ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ആർ. അതായത് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എ ബി റിലേഷനിലുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ബി സി റിലേഷനിലുണ്ട്. എങ്കിൽ നമുക്ക് ആരെ കൊണ്ടുവരണ്ടേ? ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റും ഇതിൻ്റെ ലാസ്റ്റ് എലമെന്റ് എ സി റിലേഷനിലുണ്ടെന്ന് കൊണ്ടുവന്നാൽ ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ഈ റിലേഷനിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഡെഫിനിഷൻ നോക്കി എഴുതണം. ഓർഡേർഡ് പെയർ എ ബി റിലേഷനിലുണ്ട്. അപ്പോൾ അർത്ഥം എന്താണ്? എ ലെസ് ദാൻ ബി. ഇനി ഓർഡേർഡ് പെയർ ബി സി റിലേഷനിലുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? ബി ലെസ് ദാൻ സി. അപ്പോൾ എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ ബിയെക്കാട്ടിലും ചെറുതാണ് എ. ആ ബി എന്ന് പറയുന്നത്, അപ്പോൾ ബി ആണ് ഇവിടെ വലുത്. ആ ബി എന്ന് പറയുന്നത് വീണ്ടും ആരെക്കാളും ചെറുതാണ്? സിയെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതാരാ? എ ആണ് ഏറ്റവും ചെറുത്, സി ഏറ്റവും വലുതുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് എന്ത് പറയാം? ഇംപ്ലൈസ് ഓർഡേർഡ് എ ലെസ് ദാൻ സി. എ ലെസ് ദാൻ ബി ആണ്, ആ ബി സിയെക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ലെസ് ദാൻ സി. എ ലെസ് ദാൻ സി ആണെങ്കിൽ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബി റിലേഷനിൽ വരും. അപ്പോൾ എ ലെസ് ദാൻ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ആർ. നമ്മൾ 3 കൂടി കൂട്ടി വായിച്ചേ. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ആർ, ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ആർ. അത് രണ്ടും കൂടി ആരെ ഇംപ്ലൈ ചെയ്തു? ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ആർ. Therefore R is transitive. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് ഈ റിലേഷൻ എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന റിലേഷൻ എന്തൊക്കെയാണ് എന്തൊക്കെ അല്ല? ഇവിടെ ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, പക്ഷേ ഇത് ട്രാൻസിറ്റീവ് ആണ്.
ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകാത്തത് കൊണ്ട് ഇത് എന്ത് റിലേഷൻ അല്ല, ഇത് ഇക്വലൻസ് റിലേഷൻ അല്ല. ഇത് ട്രാൻസിറ്റീവ് മാത്രമാണ്, റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല. അതുകൊണ്ട് ഇത് ഇക്വലൻസ് റിലേഷൻ അല്ല. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച ഭാഗത്തിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 1. Determine whether the following relation is reflexive, symmetric and transitive. താഴെ പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ: റിലേഷൻ ക്യാപിറ്റൽ R in a set Z of integers defined as capital R is equal to set ordered pair xy such that x minus y is an integer. റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇസഡിലാണ്, ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ അനുസരിച്ച് ഓർഡേർഡ് പെയർ എക്സ് വൈ റിലേഷനിൽ വരണമെങ്കിൽ എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജർ ആയിരിക്കണം. ഫസ്റ്റ് എലമെൻ്റായ എക്സിൽ നിന്നും സെക്കൻഡ് എലമെൻ്റായ വൈ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ മാത്രമേ അതിനകത്തൊരു ഓർഡേർഡ് പെയർ വരികയുള്ളൂ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് റിഫ്ലെക്സിവിറ്റിയാണ്. റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യാൻ മെയിൻ സെറ്റായ ഇസഡിൽ നിന്നും നമ്മൾ ഒരു എലമെൻ്റ് എടുക്കണം. ലെറ്റ് എ എലമെൻറ്റ് ഇസഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷനിൽ ആരൊക്കെ വരുന്നുണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ എലമെൻറ്റ്സും എഴുതി നോക്കാൻ പറ്റത്തില്ല. എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർഡേർഡ് പേഴ്സും നമുക്ക് എഴുതി നോക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഒരു ഇൻഫിനിറ്റ് സെറ്റാണ്. ഇൻഫിനിറ്റ് സെറ്റിലെ എല്ലാ ഓർഡേർഡ് പേഴ്സും എഴുതി നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറൽ എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ജനറലായിട്ടൊരു എലമെൻ്റ് എടുത്തു, ലെറ്റ് എ എലമെൻറ്റ് ഇസഡ്. ഇനി റിഫ്ലെക്സീവ് ആകണമെങ്കിൽ നമുക്ക് എങ്ങനെ വരണം? ഈ എ എന്ന് പറയുന്ന എലമെൻ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആവണം. അതായത് ഓർഡേർഡ് പെയർ എ എലമെൻ്റ് ആർന്ന് കിട്ടണം. ഓർഡേർഡ് പെയർ എ എലമെൻ്റ് ആർന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. ഫസ്റ്റ് എലമെൻറ്റിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് കുറയ്ക്കുമ്പോൾ എ മൈനസ് എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം എ മൈനസ് എ ആരാണ്? എ മൈനസ് എ 0 ആണ്. 0 ഒരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തിരിച്ച് എ മൈനസ് എ ഈക്വൽ ടു 0 ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ എന്നുള്ള അടുത്തുനിന്ന് മേളോട്ട് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് തിരിച്ചെഴുതണം. അപ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റെപ്പ് എങ്ങനെ എഴുതണ്ടേ? ലെറ്റ് എ എലമെൻറ്റ് ഇസഡ്. ഫസ്റ്റ് ഒരു എലമെൻ്റ് എടുത്തു, ഇസഡിലുള്ള ഒരു എ എടുത്തു. എന്നിട്ട് നമ്മൾ പറയണം എ മൈനസ് എ, ആ ഡിഫറൻസ് 0 ആണ്. 0 ഒരു ഇൻറ്റിജറാണ്. സിൻസ് എ മൈനസ് എ ഈസ് ഇക്വൽ ടു 0 ഈസ് ആൻ ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ എ എലമെൻറ്റ് ആർ എന്ന് പറയാം. ഓർഡേർഡ് പെയർ എ റിലേഷനിൽ വന്നു. റിലേഷനിൽ അങ്ങനെ ഒരു എലമെൻ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്നുള്ള രീതിയിലുള്ള ഓർഡേർഡ് പെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. അതുകൊണ്ട് ആർ റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സിമെട്രിക് ആണോ എന്നാണ്. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വരുന്ന ഓർഡേർഡ് പെയർ എടുക്കണം. എ ബി രണ്ട് എലമെൻറ്റ്സിനെ മെയിൻ സെറ്റിൽ നിന്ന് എടുത്തിട്ട് ആ ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ട് എന്ന് സപ്പോസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ തിരിച്ചുള്ള ഓർഡേർഡ് പെയറും വരുന്നുണ്ട് എന്ന് കാണിച്ചാൽ നമുക്ക് അത് സിമെട്രിക് ആണെന്ന് പറയും. ആദ്യം നമ്മൾ 2 എലമെൻ്റ് എടുക്കുന്നു ഇസഡിൽ നിന്ന്. ലെറ്റ് എ ബി എലമെൻറ്റ് ഇസഡ് സച്ച് ദാറ്റ് നമ്മൾ സപ്പോസ് ചെയ്യുവാണ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ആർ. ഓർഡേർഡ് പെയർ എ ബി റിലേഷനിലുണ്ട്. ഇനി റിലേഷനിൽ ഓർഡേർഡ് പെയർ എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഡിഫറൻസ് ഒരു ഇൻറ്റിജറാണ്. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് എലമെൻറ്റിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് കുറയ്ക്കുന്ന ഡിഫറൻസ് ഇൻറ്റിജർ ആണ്. അതുകൊണ്ടാണല്ലോ ആ എലമെൻറ്റ് ആ ഓർഡേർഡ് പെയർ റിലേഷനിൽ വന്നത്. അപ്പോൾ നമ്മൾ എഴുതും ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ആൻ ഇൻറ്റിജർ. ഓർഡേർഡ് പെയർ എ ബി റിലേഷനിൽ വന്നതുകൊണ്ട് എ മൈനസ് ബി എന്താണ്? ഇൻറ്റിജറാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇൻറ്റിജറിൻ്റെ നെഗറ്റീവും ഒരു ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ 3 ഒരു ഇൻറ്റിജറാണ്. 3 ഇൻറ്റിജർ ആണെങ്കിൽ -3യും ഇൻറ്റിജർ ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ എ മൈനസ് ബി ഇവിടെ ഒരു ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിയുടെ നെഗറ്റീവും ഇൻറ്റിജർ ആയിരിക്കും. എ മൈനസ് ബിയുടെ നെഗറ്റീവ് ആരാണ്? ബി മൈനസ്. അപ്പോൾ ബി മൈനസ് എയും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ബി മൈനസ് എ ഇൻറ്റിജർ ആണ്. ബി മൈനസ് എ ഇൻറ്റിജർ ആണെങ്കിൽ ഏത് ഓർഡേർഡ് പെയർ റിലേഷനിൽ വരും?
തിരിച്ചുള്ള ഓർഡേഡ് പെയർ ബി എയും റിലേഷനിൽ വരും. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് എഴുതാം. a മൈനസ് ബി ഇൻറ്റിജർ ആയതുകൊണ്ട് therefore b മൈനസ് എ ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ. അത് ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓർഡേഡ് പെയർ ബി എ എലമെൻറ്റ് ആർ. ഇനി എ ബി എലമെൻറ്റ് ആർന്ന് നമ്മൾ എടുത്തു, സപ്പോസ് ചെയ്തു, നമുക്ക് ബി എ എലമെൻറ്റ് ആർന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? റിലേഷൻ എന്താണെന്ന് പറയാം? റിലേഷൻ സിമ്മട്രിക് ആണെന്ന് പറയാം. therefore ആർ ഈസ് സിമ്മട്രിക്. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ട്രാൻസിറ്റിവിറ്റിയാണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ മെയിൻ സെറ്റിൽ നിന്നും 3 എലമെൻറ്റ്സ് എടുക്കണം. എ ബി സി 3 എലമെൻറ്റ്സ് എടുത്തിട്ട് ആദ്യത്തെ ഓർഡേഡ് പെയർ എ ബി റിലേഷനിലുണ്ടെന്ന് സപ്പോസ് ചെയ്യണം. ആ എ ബിയുടെ സെക്കൻഡ് എലമെൻ്റായ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി റിലേഷനിലുണ്ടെന്ന് സപ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 എലമെൻറ്റ്സ് എടുക്കുന്നു. ലെറ്റർ എ ബി സി എലമെൻറ്റ് ഇസഡ് സച്ച് ദാറ്റ് ഓർഡേഡ് പെയർ എ ബി എലമെൻറ്റ് ക്യാപിറ്റൽ ആർ ആൻഡ് ഓർഡേഡ് പെയർ ബി സി എലമെൻറ്റ് ക്യാപിറ്റൽ ആർ. ഈ റിലേഷനിൽ ഓർഡേഡ് പെയർസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എഴുതണം. അത് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് നോക്കിയിട്ട് വേണം അടുത്ത മീനിങ് എഴുതാം. റിലേഷൻ ഡിഫൈൻ ചെയ്തിരുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഡേഡ് പെയർ എക്സ് വൈ വരണമെങ്കിൽ എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഓർഡേഡ് പെയർ എ ബി റിലേഷനിലുണ്ട്, ഓർഡേഡ് പെയർ ബി സി റിലേഷനിലുണ്ട്. എ ബി റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എ മൈനസ് ബി ഇൻറ്റിജറാണ്. ബി സി റിലേഷനിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പറയാം ബി മൈനസ് സിയും ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ ആ മീനിങ് അവിടെ എഴുതണം. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് ബി മൈനസ് സി ഈസ് ആൻ ഇൻറ്റിജർ. ഇനി നമുക്കറിയാം 2 ഇൻറ്റിജേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആ സമ്മും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 2 എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. എ മൈനസ് ബി ഇൻറ്റിജർ ആണെന്ന് എഴുതി, ബി മൈനസ് സിയും ഇൻറ്റിജർ ആണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇൻറ്റിജേഴ്സിൻ്റെ സമ്മും ഒരു ഇൻറ്റിജർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം therefore their sum is also an integer. അപ്പോൾ എ മൈനസ് ബിയുടെയും ബി മൈനസ് സിയുടെയും സമ്മും ഇൻറ്റിജർ ആയിരിക്കും. അവരെ ഒന്ന് കൂട്ടി നോക്കിക്കേ. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി അതും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഈ കൂട്ടുമ്പോൾ എന്താ വരുന്നത്? എ മൈനസ് ബിയും ബി മൈനസ് സിയും കൂടെ കൂട്ടുമ്പോൾ മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ ക്യാൻസലായി പോകും. ബാലൻസ് ആര് വരും? എ മൈനസ് സി ആണ് പിന്നീട് ഇൻറ്റിജർ ആണെന്ന് കിട്ടുന്നത്. എ മൈനസ് സി ഇൻറ്റിജർ ആണെങ്കിൽ റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഓർഡേഡ് പെയർ എ സി എലമെൻ്റ് ആർ ആണെന്ന് പറയാം. ഓർഡേഡ് പെയർ എ സി റിലേഷനിൽ വന്നാൽ റിലേഷൻ എന്താണ്? റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. നമ്മൾ എന്തായിരുന്നു സപ്പോസ് ചെയ്തത്? ഓർഡേഡ് പെയർ എ ബി റിലേഷനിലുണ്ട്, ഓർഡേഡ് പെയർ ബി സി റിലേഷനിലുണ്ട് എന്ന് രണ്ടും സപ്പോസ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ആദ്യം എടുത്ത ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻ്റായ എയും രണ്ടാമത്തെ ഓർഡേഡ് പെയറിൻ്റെ ലാസ്റ്റ് എലമെൻ്റായ സിയും ചേർത്തുള്ള എ സി എന്നുള്ള ഓർഡേഡ് പെയർ റിലേഷനിലുണ്ടെന്ന് നമുക്ക് കിട്ടി. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ലാസ്റ്റ് റിലേഷൻ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കേസ് അനുസരിച്ച് ആർ റിഫ്ലെക്സീവ് ആയിരുന്നു, രണ്ടാമത് സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, മൂന്നാമത് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. therefore ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ റിലേഷൻ ക്യാപിറ്റൽ ആർ defined in the set 1, 2, 3, 4, 5, 6 as capital R is equal to ordered pair AB such that B is equal to A plus 1 is reflexive, symmetric or transitive. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷനും റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. റിലേഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് 1, 2, 3, 4, 5, 6 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിൽ നിന്നും ആ സെറ്റിലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ആ സെറ്റിലെ തന്നെ എലമെൻറ്റ്സ് ആയിരിക്കണം. ഈ റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു ഓർഡേഡ് പെയർ റിലേഷനിൽ വരണമെങ്കിൽ എന്ത് വരണം? ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് 1. അതായത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടുമോ അതായിരിക്കണം സെക്കൻഡ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റ് സ്മോൾ എ ആണ്, സ്മോൾ എയുടെ കൂടെ പ്ലസ് 1 ചെയ്യുമ്പോൾ എ പ്ലസ് 1 ആരാണോ അതായിരിക്കണം സെക്കൻഡ് എലമെൻറ്റ് ബി. നമുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിഫ്ലെക്സീവ് ആണോ എന്നാണ്. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആര് വരണം? ഓർഡേഡ് പെയർ എ എലമെൻ്റ് ആർന്ന് വരണം. ഇവിടെ നമുക്ക് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു സെറ്റിലാണ്. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ആ സെറ്റിലുള്ളൂ. അതുകൊണ്ട് ഇവിടെ ജനറലായിട്ട് ചെയ്ത് കാണിക്കേണ്ട, അതിനകത്ത് വരുന്ന എലമെൻറ്റ്സിനെ എടുത്ത്
എഴുതി നമുക്ക് കാണിക്കാൻ പറ്റും ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. നമുക്ക് എ എന്നുള്ള രീതിയിലുള്ള ഓർഡേർഡ് പേഴ്സ് ഇതിനകത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ റിലേഷനിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് എഴുതി നോക്കാം. ഒരു കൊച്ചു സെറ്റ് ആയതുകൊണ്ട് റിലേഷനിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് എഴുതി നോക്കാൻ പറ്റും. ക്യാപിറ്റൽ R = നമ്മൾ സെറ്റിൽ മെയിൻ സെറ്റിൽ നിന്നും 1 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻ്റ് ആര് വരണം? 1ൻ്റെ കൂടെ 1 കൂട്ടുന്നത്. 1 എടുത്തു കഴിഞ്ഞാൽ 1 2 എന്ന് വരണം. 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ കൂടെ 1 കൂട്ടുന്നത് 2 3 എന്നുള്ള ഓർഡേർഡ് പേരാണ് വരേണ്ടത്. 3 എടുത്തു കഴിഞ്ഞാൽ 3 + 1 3യുടെ കൂടെ 3 4 കൂടിയാണ് വരേണ്ടത്. 4 എടുത്താൽ 4ൻ്റെ കൂടെ 5 വരണം. 5 എടുത്താൽ 5ൻ്റെ കൂടെ 6 വരണം. അപ്പോൾ നമ്മുടെ റിലേഷനിൽ ആരൊക്കെയാണ് വരുന്നത്? ക്യാപിറ്റൽ R = സെറ്റ് ഓർഡേർഡ് പെയർ 1 2 2 3 3 4 4 5 5 6 ഇത്രയും ഓർഡേർഡ് പേഴ്സ് മാത്രമേ ഈ റിലേഷനിൽ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യാൻ ഓർഡേർഡ് പെയർ എ റിലേഷനിലുണ്ടോ എന്ന് നോക്കണം. അതായത് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് ഒരു എലമെൻറ്റ് പോലും സെയിം ആയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് സെയിം ആയിട്ടുള്ള ഒറ്റ ഓർഡേർഡ് പെയർ പോലും ഇതിനകത്തില്ല. അപ്പോൾ നമുക്കിത് റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാം. പക്ഷേ ഇത് എല്ലാവരെയും എടുത്ത് പറയേണ്ട കാര്യമില്ല. 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4 ഇല്ല, 5 5 ഇല്ല, 6 6 ഇല്ല. അങ്ങനെ 6 എലമെൻറ്റും എടുത്ത് 6 ഓർഡേർഡ് പെയറും എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി അത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തിട്ട് അത് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് 1 ആണ്. 1 ഉപയോഗിച്ചിട്ട് 1 1 റിലേഷനിലുണ്ടോ? 1 1 റിലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഹിയർ ഓർഡേർഡ് പെയർ 1 1 നോട്ട് ആൻ എലമെൻറ്റ് R, therefore R is not reflexive. അപ്പോൾ റിഫ്ലെക്സീവ് അല്ലെന്ന് കിട്ടി. അടുത്ത നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സിമെട്രിക് ആണെന്നാണ്. സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് തന്നെ നോക്കാം. ആദ്യത്തെ ഓർഡേർഡ് പെയർ 1 2 ആണ്. 1 2 ആണെങ്കിൽ സിമെട്രിക് ആകണമെങ്കിൽ ആരും വരണം? തിരിച്ചുള്ള ഓർഡേർഡ് പെയർ 2 1 വരണം. ഇവിടെ 1 2 ഉണ്ട്, പക്ഷേ ആ റിലേഷനകത്ത് ആരില്ല? 2 1 ഇല്ല. അതുപോലെ ഓരോ ഓർഡേർഡ് പെയർ എടുത്താലും നമുക്ക് മനസ്സിലാവും 2 3. അടുത്ത രണ്ടാമത്തെ ഓർഡേർഡ് പെയർ 2 3 ആണ്. 2 3 എടുത്ത് നോക്കിയാൽ തിരിച്ചുള്ള 3 2 അവിടെ ഉണ്ടോ? 3 2 ഇല്ല. അങ്ങനെ ഒറ്റ ഓർഡേർഡ് പെയറിന് പോലും തിരിഞ്ഞുള്ള ഓർഡേർഡ് പെയർ അവിടെ കിടപ്പില്ല. അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് അല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ട് അതിൻ്റെ തിരിച്ചിടുന്ന ഓർഡേർഡ് പെയർ അതിനകത്ത് ഇല്ല എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് തന്നെ എടുത്തിട്ട് നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1 2 ഉണ്ട്, പക്ഷേ 2 1 ഇല്ല. അതുകൊണ്ട് R സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹിയർ ഓർഡേർഡ് പെയർ 1 2 എലമെൻറ്റ് R, but ordered pair 2 1 not an element R, therefore R is not symmetric. അടുത്തത് നമുക്ക് പറയേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് പറയാൻ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് വരുന്ന ഒരു ഓർഡേർഡ് പെയർ എടുക്കുക. ആ ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ എടുക്കുക. നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് തന്നെ നോക്കാം. ഓർഡേർഡ് പെയർ 1 2 ഉണ്ട്. 1 2ൻ്റെ സെക്കൻഡ് എലമെൻ്റാണ് 2. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ആര് വരണം? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ആരും കൂടി ഉണ്ടാവണം? ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും കൂടി വരുന്ന ഓർഡേർഡ് പെയർ. അതായത് ഓർഡേർഡ് പെയർ 1 3 അവിടെ ഉണ്ടാവണം. 1 3 എന്നൊരു ഓർഡേർഡ് പെയർ അവിടെ ഇല്ല. അതുപോലെ വേറെ ഏത് എലമെൻ്റ് എടുത്ത് ചെക്ക് ചെയ്താലും നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഇനി രണ്ടാമത്തെ 2 3 എടുത്ത് നോക്കിക്കോ. 2 3 റിലേഷനിലുണ്ട്. 2 3യുടെ സെക്കൻഡ് എലമെൻ്റായ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 4 അവിടെയുണ്ട്. പക്ഷേ ആ രണ്ട് ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും കൂടെ നോക്കിയാൽ 2 4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വരണം അവിടെ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ. 2 4 അവിടെ ഇല്ല. അതുകൊണ്ട് റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചാൽ മതി ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ. ആദ്യത്തെ തന്നെ എടുത്ത് നമുക്ക് പറയാം R is not transitive since ordered pair 1 2 element R and ordered pair 2 3 element R, but ordered pair 1 3 not an element R. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല.